പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2021 മന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത്, ആരും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം എന്ന് പറയുന്നത്, പിണറായി വിജയൻ തൻ്റെ മരുമകനായിട്ടുള്ള ശ്രീമാൻ മുഹമ്മദ് റിയാസിനെ ഏറ്റവും നിർണായകമായിട്ടുള്ള 2 വകുപ്പുകളുടെ മന്ത്രിയായി പ്രതിഷ്ഠിച്ചു. അതുപോലെ അത് കേരളത്തിൻ്റെ LDFിൻ്റെ ചരിത്രത്തിലോ CPMൻ്റെ ചരിത്രത്തിലോ എനിക്കൊന്ന് നടാടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. UDFിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. TM ജേക്കബിൻ്റെ മകൻ, പലരുടെയും മകൻ, കരുണാകരൻ്റെ മകൻ, അങ്ങനെ പല മക്കളെയും നമ്മൾ UDFിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ LDFിലോ CPMലോ നമ്മളങ്ങനെ കണ്ടത് നമുക്കങ്ങനെ ശീലമില്ല. കാരണം വിപ്ലവ പാർട്ടികളാണല്ലോ നേതൃത്വം, അവർ മക്കളെ ഒന്നും സാധാരണ കൊണ്ടുവരാറില്ല. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് പിണറായി വിജയൻ 2021 തൻ്റെ മരുമകനെ കൊണ്ടുവന്നു. മരുമകനെ മന്ത്രിയാക്കിയെന്ന് മാത്രമല്ല, മരുമകനെ അതിനു മുമ്പ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഉറച്ച സീറ്റായിട്ടുള്ള ബേപ്പൂരിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കുക കൂടെ ചെയ്തു. മകനെ മന്ത്രിയാക്കി. ആരും ചോദിക്കാനില്ലായിരുന്നു. മകനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും എടുത്തു. ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയായി വാഴിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊണ്ടുവന്ന് ഇരുത്തി: പൊതുമരാമത്തും ടൂറിസവും. പൊതുമരാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ 10,000 കോടി രൂപയുടെ പണം ചെലവഴിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് പൊതുമരാമത്ത്. ജി സുധാകരനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരാണ് അതിനു മുമ്പ് ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. കൊണ്ടുവന്നിരുത്തിയിട്ട് വലിയ ആഘോഷമായിരുന്നു. വലിയ കാര്യക്ഷമതയുള്ള മന്ത്രി, എന്തോ വലിയ മാറ്റം നടത്താൻ പോകുന്ന മന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ വലിയ കാര്യക്ഷമതയുള്ളൊരു മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, വളരെ പാഠവുമുള്ള മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആഘോഷങ്ങളായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു, ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മരുമകൻ മന്ത്രിയായിട്ട് ഏതാണ്ട് 5 വർഷം തികയാൻ പോകും. ഈ 5 വർഷക്കാലത്തിനിടയിൽ പൊതുമരാമത്ത് വകുപ്പിലോ അല്ലെ ടൂറിസം വകുപ്പിലോ എന്ത് മാറ്റങ്ങളാണ്, ഗുണപരമായ മാറ്റങ്ങളാണ് ഇയാൾ ഉണ്ടാക്കിയത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് സുഹൃത്തുക്കളെ. സ്വാഭാവികമായും ഈ സാമൂഹ്യ മാധ്യമത്തിൻ്റെ കാലഘട്ടത്തിൽ കുറേ റോഡ്, കുറേ പാലം, കുറേ കെട്ടിടങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിപ്പോൾ ഈ ബജറ്റിൻ്റെ പുറത്തുനിന്ന് പണവും കൂടെ ഉണ്ടാക്കുന്നതോടുകൂടി അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കിഫ്ബിയും ഇതുപോലെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അത് ഏത് ഗവൺമെൻറ് ആയാലും അതുണ്ടാവും. അത് പൊതുമരാമത്ത് വകുപ്പിൽ നടന്നു എന്നതൊഴിച്ചാൽ പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള നിലയിൽ എന്തു നേട്ടമാണ് ഈ മരുമോന് ഈ 5 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ വെറും ഒരു നനഞ്ഞ പടക്കം, ഒരു ഡാം സ്ക്രിബായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ആഘോഷം നടത്തി, എത്രയോ കോടി രൂപകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കുറേ റീലുണ്ടാക്കാൻ വേണ്ടി എത്രയോ കോടി രൂപ ഉപയോഗിച്ചു എന്നൊക്കെ കേൾക്കുന്നു. പിണറായി വിജയൻ്റെ മരുമകനായതുകൊണ്ട് പണം ചിലവഴിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലല്ലോ. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് കുറേ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ പൊതുമരാമത്ത് വകുപ്പിൽ കഴിഞ്ഞ 5 വർഷമായി മന്ത്രിയായിരുന്ന ഈ മരുമോന് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ വസ്തുത. വേറെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ ജി സുധാകരൻ മന്ത്രിയായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്താണ് നടന്നിട്ടുള്ളത്? പിന്നെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഈ ദേശീയപാതയായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലെ പകുതി നേട്ടം ദേശീയപാത അതോറിറ്റിക്കല്ലേ സുഹൃത്തുക്കളെ. കുറേ ഫ്ലൈ ഓവറുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ പകുതി നേട്ടം അവരുടേതല്ലേ. എന്നാൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഉയർത്തി കാണിച്ചിരുന്നത് എന്താണ്? നാഷണൽ ഹൈവേ 66ൻ്റെ നിർമ്മാണ പ്രവർത്തനമല്ലേ. അതങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഈ 4 വരി പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നല്ലേ ഇപ്പോൾ ഗോഗ്വ വിളിച്ചുകൊണ്ട് നടന്നിരുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? അവസ്ഥ എന്തായി? പല സ്ഥലങ്ങളിലും, അങ്ങ് വടക്ക് മുതൽ തെക്ക് വരെ പല സ്ഥലങ്ങളിലും ഈ 4 വരി പാത ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്നുള്ളതല്ലേ ഈ മരുമോൻ്റെ നേട്ടമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കേൾക്കുന്നത് ദേശീയപാത ഇനി 1 വർഷം കൂടെ കഴിഞ്ഞാൽ പോലും ഈ 4 വരി പാതയുടെ പ്രവർത്തനം പൂർത്തിയാവില്ലെന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
എത്ര സ്ഥലത്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്? അപ്പോൾ ഇയാളുടെ നേട്ടമായിട്ട് പറഞ്ഞിരുന്ന ഈ NH-66 എന്ന് പറഞ്ഞത് ഒരു ദിവാസ്വപ്നമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇതൊരു വലിയ പരിസ്ഥിതി തകർച്ചയ്ക്കിടയാക്കുന്ന വലിയൊരു ബാധ്യതയായി മാറി എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ പൊതുമരാമത്തിൻ്റെ രംഗത്ത് ഇയാൾ വൻ പരാജയമായിരുന്നില്ല സുഹൃത്തുക്കളെ. ഇനി ടൂറിസം മേഖലയിൽ എന്താ ഇയാൾ ചെയ്തത്? ഒരു പുല്ലും ചെയ്തില്ല, ഒരു പൂക്കാച്ചോളയും ചെയ്തില്ല ഇയാൾ ടൂറിസം മേഖലയുടെ കാര്യത്തിൽ. ടൂറിസം മേഖലയുടെ കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ് എത്രയോ വർഷമായിട്ട്. ടൂറിസ്റ്റുകളുടെ എണ്ണം എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണവും വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളം ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് എത്രയോ പതിറ്റാണ്ടായിട്ട്. അതുകൊണ്ട് കേരളത്തിലെ ടൂറിസത്തിൻ്റെ മേഖലയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വളർച്ചയുണ്ട്. ആ വളർച്ച ഈ മരുമോൻ്റെ കാലത്തും ഉണ്ടായി. അല്ലാതെ ടൂറിസം മേഖലയിൽ ഈ മരുമോൻ എന്താണ് ചെയ്തത്? അപ്പോൾ ഈ 4.25 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മരുമോന് എന്നുള്ളൊരു സ്ഥാനമല്ലാതെ മരുമോൻ്റെ തലയ്ക്കകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയല്ലേ. അതുണ്ടായിരുന്നെങ്കിൽ പൊതുമരാമത്തിൻ്റെ മേഖലയും ടൂറിസത്തിൻ്റെ മേഖലയും ഈ മാറ്റമാകുമായിരുന്നു. ഒന്നും ആവില്ലായിരുന്നു. അപ്പം പിണറായി വിജയൻ്റെ മരുമോൻ എന്നുള്ള നിലയിൽ അയാൾ 5 വർഷം ആ കസേരയിൽ അവിടെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൊതുമരാമത്തിൻ്റെ മേഖലയിലും ടൂറിസം മേഖലയിലും ഒരു നേട്ടവും അയാൾക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അയാൾ പിണറായി വിജയൻ്റെ മൂത്ത മകളെ വീണയെ വിവാഹം കഴിച്ചു എന്നുള്ള കാരണം കൊണ്ട്, പിണറായി വിജയൻ്റെ മരുമകനായി മാറിയത് കൊണ്ട് അയാൾക്ക് 2 നിർണായകമായിട്ടുള്ള വകുപ്പുകൾ 5 വർഷം ഭരിക്കാൻ കഴിഞ്ഞു. അവിടെ ഇരുന്ന് അയാൾ ഭരിച്ചു. അയാൾ ഭരിച്ച് 5 വർഷം കഴിഞ്ഞിട്ട് പൊടിയും തട്ടി ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതല്ലാതെ മരുമകൻ ഒന്നും തന്നെ ഈ 2 മേഖലകളിലും ചെയ്തില്ല. മരുമകൻ ഏതാണ്ട് വന്ന പോലെ തന്നെ കുറേ പൈസയും ചെലവഴിച്ച് സാധാരണഗതിയിൽ നടക്കുന്ന കുറേ വികസന പ്രവർത്തനങ്ങളും ചെയ്ത് ഇറങ്ങി പോകുന്നു. NH-66 എന്ന് പറഞ്ഞത് സ്വപ്നമാക്കി ഇട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. NH-66 ഒരു വലിയ പാരിസ്ഥിതിക ആഘാതമാകുമോ എന്നുള്ള വലിയൊരു ഭീഷണി നിലനിർത്തിക്കൊണ്ട് ഈ മരുമോൻ ഇറങ്ങിപ്പോകാൻ പോകുന്നു. സാധാരണഗതിയിൽ നടന്ന കുറേ വികസന പ്രവർത്തനങ്ങൾ, പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ വലിയ ആഘോഷമാക്കി അർമാദമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അത്രയേ ഉള്ളൂ. ടൂറിസത്തിൻ്റെ മേഖലയിൽ ഒരു ചുക്കും ഇയാൾക്ക് പുതിയതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ കുറേ ഉദ്ഘാടനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ടാവും. അതൊക്കെ ഏത് ടൂറിസം മന്ത്രി വന്നാലും നടക്കാം. പക്ഷേ ഇയാളുടെ ബൗദ്ധികമായി ഇയാൾ കാര്യക്ഷമമായിട്ട് ഇയാൾക്ക് പ്രവർത്തിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. കാരണം അയാൾ അത്രേ ഉള്ളായിരുന്നു. അയാളൊരു ആവറേജോ അല്ലെ ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു മന്ത്രിയായിരുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ വന്നു. പിണറായി വിജയൻ്റെ മരുമകനായിരുന്നുകൊണ്ട് ഈ 2 വകുപ്പിൽ 5 വർഷം ഇരുന്നു. ഇനി മുൻ മന്ത്രിയായി അയാൾക്ക് ഇറങ്ങിപ്പോകാം എന്നേ ഉള്ളൂ. അതുകൊണ്ട് മരുമോൻ ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് കഴിഞ്ഞ 4.25 വർഷത്തെ അനുഭവം നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നത്.